ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് കുങ്കുമമേകുമ്പോൾ മംഗളഗന്ധം ആണിൻ കരളിൽ കിഴയൂട്ടുമ്പോൾ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്ക് ഓടം തുഴയും മാൻമിഴികളിൽ സ്വപ്നം തഴുകും നേരം സ്വപ്നം മരുളും താരണികളിൽ ഓടും മുതിരും നേരം പുലരട്ടെ നിങ്ങളുടെ നാളുകൾ പുതുമുട്ടി ഇനിയൊരു ജീവിതമെന്നും മധുവിധുവാകാൻ ഭാവുകം. ഈ കടവ് അടയ്ക്കാൻ പറ്റുന്നില്ല. നീ ആരെങ്കിലും വന്ന് ഒളിഞ്ഞു നോക്കി കഴിഞ്ഞാൽ അത് മതി. അവിടെ കിടക്കട്ടെ. പല്ല് തേക്കാത്ത എനിക്ക് കിട്ടുന്ന ഒരേ പീസുകളെ എവിടെ തുടങ്ങൂടെ കഴിഞ്ഞാൽ ഏന് വേണ്ടി വരുമോ? അയ്യ അത് മോശം. അയ്യേ പെങ്ങളെ, അയ്യോ ആരും തന്നെ കല്ല് പവിഴം. എന്തോ നാണക്കാരിയാണല്ലേ? അല്ല, കിളിമാനൊരു കാര്യ. എന്തിനും നല്ല കൂമ്പർ സെൽസാ പെണ്ണിന്. ദൈവമേ, ഈ നിമിഷത്തിൽ ഒരു റെയ്ഡും വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തല്ലേ. അതോർത്ത് ചേട്ടൻ പേടിക്കുകയും വേണ്ട. അതെന്താ? എനിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ഇന്ന് വരെ ഈ ലോഡ്ജിൽ ഒരു റെയ്ഡും വന്നിട്ടില്ല. അപ്പോ കൂമർ സെൻസ് മാത്രമല്ല, നല്ല ജനറൽ നോളജും ഉണ്ടല്ലേ. അതൊക്കെ പോട്ട് ഇത്ര നാളും എന്താ കല്യാണം കഴിക്കാഞ്ഞ്? അതെ, എനിക്ക് ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. ആണോ? ചേട്ടൻ ഇതിലൊന്നും വിശ്വാസമില്ലേ? ചൊവ്വേ മാത്രമല്ലേ ഉള്ളു ദോഷം, ബാക്കി തിങ്കളും ശനിയും ഞായറൊക്കെ ഫ്രീ ആയി കിടക്കുകയല്ലേ. ചേട്ടാ എന്തോ പിന്നെ താലി കിട്ടുന്ന സമയത്തെ ചേട്ടൻ എന്റെ മുഖത്തോട്ട് നോക്കാത്തത്? ഒരു ട്രെയിനിന് തല വെക്കാൻ പോകുമ്പോ ആരെങ്കിലും വരുന്നത് നേത്രാവതിയാണോ കുർള എക്സ്പ്രസ് ആണോ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ മിണ്ടത്തില്ലപ്പോ. ഇതാ ഈ കൊച്ചിന്റെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞ അന്നേരം തുടങ്ങും. പവിഴം എന്താ കരോട്ടക്കാരിയുടെ മോളാണോ? ചേട്ടാ, നമ്മൾ എന്തിനാ ലോഡ്ജിൽ റൂം എടുത്തത്? വീട്ടിലെങ്ങനെ സ്ഥലമില്ലായിരുന്നു? വീട് ദുഃഖമാണ് ഉണ്ണി, ലോഡ്ജല്ലേ സുഖപ്രദം. എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. എടി, ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ എന്റെ അമ്മ 41 ദിവസത്തെ വ്രതം എടുപ്പിച്ച് എന്നെ ശബരിമലയ്ക്ക് വിടാന്ന് നേർന്നിരിക്കുക. ആണോ? ആ അമ്മയുടെ അടുത്ത് ചെന്നാൽ അവർ എന്നെ പിടിച്ച് സാമിയാക്കും. അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങൾക്കുള്ള സമയമാണ്. എന്റെ കുസുമം പവിഴം. നീ ഒരു പാട്ട് കേട്ടോ? ഇല്ല. ഞാനൊരു പാട്ട് കേട്ടു. ഈ പാട്ട് കേട്ട എന്റെ ക്ലൈമാക്സ് കുളമാവും. പാട്ട് ചേഞ്ച്. സുന്ദരം ഞാനും ചേർന്നിരുന്ന തിരുവോണം കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം. ഓ, അടുത്ത ഏതെങ്കിലും രീതി ഒന്ന് വന്നിരിക്കും. എന്തോ പറയാനാ ഫോൺ. ഹലോ ഹലോ, റിസപ്ഷനല്ലേ? നോക്കിയുടെ ചാർജർ ഉണ്ടോ? എന്തോന്ന്? നോക്കിയുടെ ചാർജർ ഉണ്ടോ? നോക്കിയുടെ ചാർജറോ? എടാ, നിനക്ക് ഇപ്പൊ വലിയ പിന്ന് വേണോ ചെറിയ പിന്ന് വേണോ? വലിയ പിന്ന്. എടാ പോപ്പെ, നമ്പർ നോക്ക് വിളി. റിസപ്ഷൻ നമ്പർ 9. എന്നാ 9 ആണെന്ന്? 9 എന്നാ എന്നാ എന്നാ? എടാ 9 ആണെന്ന്. സംസാരം കേട്ടിട്ട് തോന്നുന്നില്ലല്ലോ. എന്തോന്ന് 9 ആണെന്ന്? എടാ നീയാണോ 9? എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എടാ, ഇത് കട്ടയും മണ്ണും ചുമക്കുന്ന സുധാകരൻ എടുത്ത മുറിയാ. അയ്യോ, സുധാകരൻ ചേട്ടൻ റൂമാണോ? എന്റെ ചേട്ടൻ, എന്റെ ഒറ്റക്കെട്ട് ചേട്ടന് മനസ്സിലായില്ലേ? ചേട്ടൻ, ഞാൻ ചേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ചാക്കോ. നീ ചാക്കോ, സഞ്ജിയോ, 50 പൈസ കൂടോ എന്തോ ആയിക്കോട്ടെ. നീ എന്തിനാ എന്നെ ശല്യപ്പെടുത്താൻ കൊണ്ട് വിളിക്കും? അല്ല സുധാകരൻ ചേട്ടാ, എനിക്ക് ചെറിയ സംശയം. എന്താണ്? വീട് തൊട്ടടുത്തായിട്ട് ചേട്ടൻ എന്തിനാ ഇപ്പൊ വന്ന് ഈ ലോഡ്ജിൽ റൂം എടുത്തിരിക്കുന്നത്? അതൊക്കെ ഒരു ആവശ്യമുണ്ട്. അല്ല, അത് എനിക്കറിയാം. ഉണ്ട്. എന്റെ ഒരു കഥ ഇരിപ്പുണ്ട്. അതിന്റെ തിരക്കഥ നല്ലോണം ഒന്ന് എഴുതാനുള്ള റൂം എടുത്തതല്ലേ. എന്നാ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം. എന്തിനാ? എനിക്ക് നല്ല സിനിമയുടെ പറ്റിയ ഒരു ത്രെഡ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അയ്യോ, ഞാൻ ഇപ്പൊ വെക്കറ്റ് ചെയ്തിട്ട് അങ്ങ് പോവും. പോകരുത്. ഒരു കാര്യം ചെയ്യും, ചേട്ടൻ എന്റെ റൂമിലേക്ക് വാ. എന്തിനാടാ? ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടി അടിച്ച് പിമ്പിരിയാകാം ചേട്ടാ. എന്തോന്ന്? നമുക്ക് രണ്ടുപേർക്ക് അടിച്ച് പിമ്പിരിയാകാം.
ഓണം. എടാ ഓണം വന്നു, വിഷു വന്നു, അവന്റെ പെണ്ണുമ്പോൾ ഇരട്ട കൊച്ചിനെ പ്രസവിച്ചു. ഇന്ന് ഒരു പെഗ് മേടിച്ച് തരാത്തവനാ. ഇന്ന് അവൻ വിളിച്ചിരിക്കുന്നു ലോട്ടി റൂം കൊടുത്തിട്ട് ഉള്ളെടുത്ത് തരാൻ പറ്റത്ത് പോടാ. അല്ലെങ്കിൽ വേണ്ട, റിസീവർ എടുത്ത് മാറ്റി വെക്കാം. അത് വീണ്ടും വിളിക്കുമോ? എന്റെ സ്വഭാവം തന്നെ കറഞ്ഞൂടാ. പറഞ്ഞ കേട്ടല്ലോ, ദേശീയക്കാരനാണല്ലേ? അല്ല മയ്യനാടുകാരനാ. ഞാൻ മിണ്ടത്തില്ല പോ. ഇത് കേൾക്കുമ്പോഴാണല്ലേ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ അതൊക്കെ പോട്ട്. എന്തോ നീ എത്ര വരെ പഠിച്ചു? BA. പഠിച്ചത് 2 അക്ഷരം, അതും തല തിരിച്ചു BA എന്ന്. പിന്നെന്താ തുടർന്ന് പഠിക്കാഞ്ഞത്? അപ്പോഴേക്കും കരപ്പൻ വന്നു. ആരപ്പം വന്ന്? ആരുടെ അപ്പനല്ല, കാലിൽ കരപ്പൻ വന്നു. കരപ്പം വന്നോ? നോക്കട്ടെ, കാലിൽ എവിടെ കരപ്പം വന്ന്? ദേ ഇവിടെ. കുറച്ചും കൂടെ നോക്കട്ടെ. ഇവിടെ. കുറച്ചും കൂടെ നോക്കട്ടെ. ഇവിടെ. കുറച്ചും കൂടെ നോക്കട്ടെ. അപ്പോഴേക്കും കരപ്പനങ്ങ് തീർന്നു. ഈ കരപ്പന് തീരാൻ കണ്ടൊരു സ്ഥലവേ. ചില പിള്ളേർക്ക് കരപ്പം വരുന്നൊന്ന് കാണണം. ദേഹമാസകലം പറ്റി പിടിച്ച്. ഇതിന്റെ കാര്യത്തിൽ കരപ്പനും കണ്ണിച്ചോര ഇല്ലേടേ. പെണ്ണ് കാണാൻ വന്നപ്പോഴേ ബ്രോക്കർ പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു? ചേട്ടൻ സ്കൂളിന്റെ തിണ്ണ പോലും കണ്ടിട്ടില്ലാന്നു. അയാൾ ചുമ്മാ പറഞ്ഞതാ. ഞാൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. എന്ന്? ഇലക്ഷൻ വോട്ടിടാൻ പോയതിന്റെ അന്ന്. പോത്തിട്ടതിന്റെ അടയാളം വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ, ആ കയ്യിൽ പാടണല്ലോ. അയ്യോ, അപ്പൊ ചേട്ടൻ കള്ള വോട്ടിട്ടല്ലേ? അതെന്താ? 4 വിരലിലും പാടുണ്ടല്ലോ. ശരി, അത് കള്ള വോട്ടിട്ടതല്ല. പിന്നെ അമ്മ കഥക് പിടിച്ചടച്ചപ്പോ കഥകിന്റെ ഇടയിൽ കൈ ഇരുന്ന് ജാമായി പോയതാ. ആണോ? അതുപോലും പറഞ്ഞോണ്ടിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ്. എന്റെ പവിഴം, സുന്ദരം ഞാനും ചേർന്നിരുന്ന തിരുവോണം. കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം. ഫോണല്ല, കോളിംഗ് ബെല്ല്. തുറക്കാൻ വേണം. ആരടാ? ഇതാടാ. എന്തായി? എന്താവുന്നോ? അല്ല അവിടുന്ന് എന്തുവാണെങ്കിലും കഴിക്കാനും കുടിക്കാനും വല്ലതും വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. കഴിക്കാനോ കുടിക്കാനോ വല്ലതും വേണമെന്ന് ചോദിക്കാൻ വന്നതാ. എടാ പോപ്പേ, കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണമെങ്കിലേ ഫോൺ വിളിച്ച് ചോദിക്കണം. അല്ലാതെ തള്ളിക്കേറി ഇങ്ങോട്ട് വരികയല്ല വേണ്ടത്. ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല ചക്കര, അതുകൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്ന് റിസീവർ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയല്ലേ. എന്റെ പൊന്ന്. ഹലോ ചേട്ടാ, ഞാൻ ചാക്കോ. ചേട്ടൻ ഏത് റൂമിലെ? ഞാൻ ചേട്ടന് തപ്പി നടക്കുക. പോരാ അവിടെ വെച്ചിട്ട്. ഞാൻ എന്റെ മുതലാളിയോട് എന്നെ സമാധാനം പറയും. ഈ കാലമാടം വന്ന ഫോൺ തല്ലി പൊട്ടിച്ച് കളിച്ചില്ല. ആ ഫോണിന്റെ പൈസ ഞാൻ തരാം. നീ എനിക്കൊരു സമാധാനം എന്താ? ഞാൻ എന്താ സമാധാനം തരാം? എത്ര കാലമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എടാ നിന്റെ അടുത്ത് ഇവിടെ റൂം ഒന്ന് അലങ്കരിക്കാൻ പറഞ്ഞോ? അലങ്കരിക്കാൻ പറഞ്ഞു. ആരെങ്കിലും ആദ്യ രാത്രി അത് പിച്ചിപ്പൂ കൊണ്ടുവിടോടാ. പിച്ചിപ്പൂ, മുല്ലപ്പൂന്റെ സാധനത്ത് പിച്ചിപ്പൂ കൊണ്ടുവിടോടാ. വെറൈറ്റിക്ക് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടതാ. എന്നാ കുറച്ച് വെണ്ടയ്ക്കങ്ങൾ അരിഞ്ഞ് തന്നെ എന്ത് കൊഴുപ്പിന് ഒരു കുറവ് വരുത്തിക്കണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഈ ആണുങ്ങൾ മൊത്തം അങ്ങനെ എന്ത് ചെയ്ത് കൊടുത്താലും പരാതിയുള്ളൂ. ഇനി ഞാൻ ജീവിക്കല്ലേ. സർപ്പം തല തല്ലി ചവത വലിയ അറിയാമോ? ആ ATM കൗണ്ടറിലെ ദൂരത്ത് എന്നോട് വരാമോന്ന് ചോദിച്ചിട്ട് ഞാൻ ചെറിയില്ല. മൊത്തം ഇത് കാണിച്ചു വെച്ചിട്ട് എനിക്ക് വന്ന പരാതി. എന്തോ എടാ, എന്തുവാടാ നിനക്ക്? കത്തി മീശയും വെച്ചോണ്ടിരിക്കുന്നത് പട്ടിയെ പോലെ കരയാതെ പോയ അങ്ങോട്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്. എന്തുവാ? തണുത്ത വെള്ളം എന്തെങ്കിലും എടുത്താലോ? തണുത്ത വെള്ളം എന്തെങ്കിലും വേണോ കുടിക്കാൻ ആയിട്ട്? ഇങ്ങനെ വേണോ? നീ എന്റെ അമ്മയുടെ സ്വന്തക്കാരുമല്ലോ. അങ്ങനെ വെച്ചാൽ അല്ല, അവർക്ക് ചൂടുവെള്ളം, നിനക്ക് തണുത്ത വെള്ളം. അല്ല, ഞാനിത് മനസ്സിന് ടെൻഷൻ വരുമ്പോ തണുത്ത വെള്ളമാണല്ലോ കേരളത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. പശ്ചിമ ജർമ്മനിയിൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല. പൊന്നനിയനി വന്ന്. പൊന്നാനിയോ? പൊന്നാനി അല്ല, പൊന്നനിയനിഞ്ഞോ. എടാ അയ്യേ, ഇവര് എന്താ പോടാ മഞ്ചാണോടാ നീ? എടാ പൊന്നു മോനെ, എടാ ഞാൻ ഒരു ചൂടുവെള്ളം പേടിച്ചാണ് ഇവിടെ വന്ന് ഈ റൂമും സെറ്റപ്പ് ഒക്കെ എടുക്കുന്നത്. എന്നെ തണുത്ത വെള്ളത്തിൽ മുക്കി കൊല്ലരുത്. എത്ര ചോദിച്ചിട്ടും നീ ജയബാബു തന്നില്ല. നിനക്ക് എന്റെ കൈ ഓരോരുത്തന്മാർ കയറി വന്നോളൂ മണ്ടിൽ മനക്ക് എടുപ്പിക്കാനായിട്ട്. എനിക്ക് ചേട്ടാ, എന്തോ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവല്ലേ? അപ്പൊ നമ്മൾ പരസ്പരം എല്ലാം അറിഞ്ഞിരിക്കണം. അത് ശരിയാ. ഇത് എവിടെ മൈൻഡുകളല്ലേ? മൈൻഡ് ഇവിടെ അല്ലേ? ഇവിടെ പിടി മൈൻഡ്, ഇവിടെ പിടി. അതെ, അത് ഞാൻ ചോദിക്കട്ടെ, കല്യാണത്തിന് മുമ്പ് പവിഴ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? പഠിക്കുന്ന സമയത്ത് എന്നെ ഒരു ഡോക്ടർ കണ്ണു വെച്ചതാ. ഈ കണ്ണ് വെപ്പുകൊണ്ടാണല്ലേ? ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിക്കാൻ
സൂക്ഷിക്കാനാ. എന്റെ അമ്മ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ സമ്മതിക്കത്തില്ല. ആ കിളവിയുടെ സ്വഭാവം. അയ്യോ ചേട്ടൻ പേടിക്കണ്ട കേട്ടോ. അമ്മയെ ഒരു മാടപ്രാവിനെ പോലെ പാറി നടന്ന് ഞാൻ അമ്മയെ എന്റെ കൂട്ടിലാക്കും. അയ്യോ നീ മാടപ്രാവ് അല്ല മതയാനയാണെന്ന് പറഞ്ഞാലും ആ ഏരിയയിലെ പുള്ളത് ശരിയല്ല. നേരം എടുക്കുമ്പോൾ നിന്റെ തൂവല് പോലും ബാക്കി കാണൂല. അതുകൊണ്ട് സൂക്ഷിക്കണം. അത് ഇതും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഡയലോഗ് അടിച്ചോണ്ടിരുന്ന് പോയ പോക്കറിയാമല്ലോ. അതിനിപ്പം ഗുരു ഇനി വയ്യ മോളെ വിട്ടു തരില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്റെ പവിഴം, എന്റെ സുധാകരേട്ടാ. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം. ഒരു കറുത്ത വണ്ട്. ആരാടാ ക്യാമറ ഫോട്ടോ പിടിക്കാൻ നോക്കിയത്? ഇവിടെ പിടിയാടാ. നീയാണല്ല, എനിക്കറിയാം നീയാണല്ല. നീ അല്ലടാ വേണ്ടതിന് ചെയ്തത്. ഇവിടെ റൂം എടുത്തെന്ന് പറഞ്ഞ് ഇവിടെ വേണ്ടതിന് ചെയ്തത് ഈ ഫോണിലൊക്കെ കയറ്റി വിട്ടായിരുന്നു. അയ്യോ ഞാനല്ല, എന്നെ തെറ്റിദ്ധരിക്കലേ. എനിക്ക് ചാകുന്നതാ ഇതിലും വിശ്വാസം. ഞാനല്ല. നീയാണ് ഇതുപോലെ ഫോൺ കെട്ടി ഇങ്ങോട്ട് വെച്ച്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ലാത്ത ബാത്റൂമിൽ 4 ക്യാമറ ഫോൺ വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ പൊന്നുമോള് ക്യാമറ ഫോൺ വെച്ചിട്ടുണ്ട്. ടെൻഷൻ വരുമ്പോഴേ ഇച്ചിരി തണുത്ത വെള്ളം എടുക്കട്ടെ. നീ 2 ജമ്മു കാശ്മീർ എടുത്തോണ്ട് പാടാ. എന്നാ 2 ഊട്ടിയായാലും. ഊട്ടിയും ഫ്രൂട്ടിയൊന്നും എനിക്ക് വേണ്ട, നീ കൊണ്ടുപോയ. ഒരിടത്ത് സ്വൈര്യമില്ലാതെ ഒരിടത്ത് വരുമ്പോ അവിടെ സ്വന്തം കൊടുത്തി പാടാന്ന് പറയാൻ നടക്കുമല്ല. എന്ത് പറയാനും നോക്കണം മനുഷ്യനിവിടെ. ഇവിടെയൊക്കെ പേടിക്കാൻ പാതാളത്തിൽ പോയി റൂം എടുക്കാൻ പറ്റുമോ? ചേട്ടാ എനിക്ക് ഉറക്കം വരുന്നു. എനിക്കിട്ട് നീ ഇന്നാണോടി ഉറങ്ങുന്നേ? ഇല്ലാണോ നീ ഉറങ്ങുന്നേ? എത്ര വയസ്സുണ്ട്? 23 വയസ്സ് വരെ ഉറക്കം തന്നെ അല്ലായിരുന്നോ പണി? ഇന്ന് ഉറങ്ങണ്ട പറഞ്ഞല്ലോ. കണ്ടത്തില്ലപ്പോ ഇതാരോ ഇവിടെ. പിന്നെ ഇവിടെ അവിടെ കിടന്ന് അടിക്കട്ടെ. ഓ എന്താ പറയാനാ മോളു, ഇത് ഇനി അവന്റെ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വേണം. ഇങ്ങോടാ. അതിന് നീ എന്നെ ശല്യപ്പെടുത്തി. ശല്യം ചെയ്യാമെന്നല്ല, അറിയാവിടാ. തണുത്ത വെള്ളം വല്ലതും വേണമെന്ന് അറിയാൻ വേണ്ടി വന്നു. എനിക്ക് തണുത്ത വെള്ളം. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടോ? ചോദിച്ചോ. ഡെയിലി നീ എന്നെ ശല്യപ്പെടുത്ത. എനിക്ക് ഈ ഹോട്ടലിലെ മോലാലി അറിയോ? പിന്നെ എനിക്ക് ശമ്പളം തരുന്ന മുതലാളിയെ എനിക്കറിയില്ല. എനിക്കറിയാവോ? നിനക്ക് അതെല്ലാം അറിയാവൂ. എന്റെ ആത്മാർത്ഥ സുഹൃത്താത്. ആണോ? അയ്യോ ഞാനൊരു വാക്ക് പറഞ്ഞ എന്നെ ശല്യപ്പെടുത്തി വാക്ക് പറഞ്ഞോണ്ടല്ലോ. നിന്റെ ജോലി ഇവിടെ തെറിപ്പിക്കും. അയ്യോ എന്റെ ജോലി തെറിപ്പിക്കരുത്. എന്റെ ജോലി തെറിപ്പിക്കരുത്. ജോലി തെറിപ്പിക്കും. ഞാൻ കാല് പിടിക്കാം. ഇല്ല ഞാൻ ജോലി തെറിപ്പിക്കും. പറഞ്ഞാൽ പ്ലീസ്. 1ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച സുഹൃത്താ. അയ്യോ അതുകൊണ്ട് പറയാം ജോലി തെറിപ്പിക്കരുത്. തെറിപ്പിക്കും. ജോലി തെറിപ്പിക്കരുത്. ഇല്ല തെറിപ്പിക്കില്ല. സത്യമാ. ആത്മാർത്ഥ സുഹൃത്താ. പറഞ്ഞോണ്ടല്ലോ. ആയിക്കോട്ടെ. വീട് സംസാരിച്ചിരിക്കാനുള്ള സമയമല്ല. ഇങ്ങോട്ട് വാ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് ഈ എന്റെ പവിഴം. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും സുഹൃത്തെ, എന്റെ സുഹൃത്തെ, 1ാം ക്ലാസ് തൊട്ട് എന്റെ കൂടെ പഠിച്ച എന്റെ സുഹൃത്തെ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളെ സുഹൃത്തെ വെറുതെ ഒരു കള്ളത്തിനെ പറഞ്ഞാലും പറ്റത്തില്ല. എനിക്ക് ഞാൻ എന്റെ സുഹൃത്തെ കണ്ട സുഹൃത്തെ, എന്റെ സുഹൃത്തെ ഇവിടെ എന്റെ സുഹൃത്ത്. എന്നെ പറ്റിക്കാൻ ഒളിച്ചിരിക്കുക. എന്റെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. സുഹൃത്തെ ആരാ 1ാം ക്ലാസ്? എന്റെ സുഹൃത്ത് എന്തിയാ? ഞാനാ. നീയാണോ എന്റെ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചത്? നീ എവിടെ പഠിച്ചത്? ഞാൻ ഗവൺമെന്റ് എച്ച് സ്കൂൾ വെള്ളമണൽ. എടാ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അത് 2ാം ക്ലാസ് വരെ. സത്യം പറ നിന്റെ പേരെന്നാ? എന്റെ പേര് സുധാകരൻ. ഇതാരാ? അതെന്റെ ഭാര്യ പൗരം. ഇവിടെ എന്നാടാ പരിപാടി? ഞങ്ങൾ ആദ്യ രാത്രിയാ. ആദ്യ രാത്രി. എടോ ആദ്യ രാത്രി നിന്നെ എന്റെ ലോഡ്ജിൽ വന്ന് കുട്ടികളെ ഈ ആദ്യ രാത്രിയും അവസാന രാത്രിയും ഞാൻ പല രാത്രികളും കണ്ടിട്ടുള്ളതാ. നിന്റെ ഉടായ്പ എന്റെ അടുത്ത് നടക്കിയല്ല. ഞാൻ പോലീസിനെ വിളിച്ചു. അയ്യോ ഇത് അതുപോലല്ല. സത്യമായിട്ട് എന്റെ ഭാര്യ. ഇതെന്റെ ഭാര്യ, സ്വന്തം ഭാര്യ. ഭാര്യയാണ്. എനിക്ക് പറഞ്ഞ ഞങ്ങൾ അവിടെ നിന്ന് കല്യാണം കഴിച്ച് ആദ്യ രാത്രി വീട്ടിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വന്നു. എന്റെ വേഗത്ത് കയറേണ്ട കാര്യമില്ല. നീ നെഞ്ചത്ത് കയറാൻ നിൽക്കേ. നിന്റെ പോലീസിനെ വിളിക്കില്ല. പോലീസിനെ വിളിക്കില്ല. പോലീസിനെ വിളിക്കുന്നില്ല. പോലീസിനെ വിളിച്ച് ചിലപ്പോൾ നീ അവിടെ നിന്ന് രക്ഷപ്പെടും. നിന്റെ വീട്ടിൽ
നമ്പർ എന്നാ പിന്നെ പട്ടാളത്തിന് വിളി, അതാ നല്ലത്. വീട്ടിലങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഒന്നാമത് അവിടുന്ന് സമാധാനമല്ലേ. ഇങ്ങോട്ട് വീട്ടിൽ നമ്പർ ഇങ്ങോട്ട്. അമ്മയുടെ നമ്പർ 9746 65 62 60. രണ്ടുപേരും അനങ്ങി പോലെ ഇപ്പൊ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ഇങ്ങോട്ട് മാറി കിടക്കോ, ഇങ്ങോട്ട് മാറി നിൽക്കടി. എന്റെ ലോഡ്ജിൽ വന്നിട്ട് ഹലോ ഹലോ ഒരു കാര്യം പറയണ്ടേ. ഹലോ കഥ അടച്ചിട്ട് വരാം. അതെ ഞാൻ പിന്നെ ഹലോ അടയ്ക്കുന്നതാണ് കുഴപ്പമില്ലല്ലോ. ഇല്ല മര്യാദ വേണം ഓടി. ഇതാ പറഞ്ഞ ചൊവ്വാദോഷക്കാരിയെ കെട്ടരുത് കെട്ടരുത് കെട്ടരുതെന്ന്. എന്തായാലും ആഴ്ച ചൊവ്വാഴ്ച ചൊവ്വാദോഷക്കാരിയുടെ ആദ്യ രാത്രി ഇറങ്ങുമോ? ഞാൻ മിണ്ടത്തില്ല പോ. എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടത്തില്ല. പോ അവങ്ങനെ വെച്ചിട്ട് വേല ഉണ്ടോ? ഇനിയിപ്പൊ കയറി വരും എന്റെ തള്ള. അവർക്കിടെ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം ഇവിടെ കിട്ടത്തില്ല. അതിനുമ്പ് നീ എനിക്കൊരു ഉമ്മ എന്താ പെട്ടെന്ന്. പാട്ട് വന്നില്ല. നീ ഏറെ പരിപാടി പാട്ട് കേട്ടുമ്പോ നോക്കാൻ. ശരി ഞാൻ തരാം. എന്തൊരു പരിപാടി ഇവിടെ? അല്ല ഉമ്മൻചാണ്ടി അന്നയല്ലേ പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ചു. വന്നുല്ലേ വരേണ്ടി വന്ന് എത്തി. ഇതേതാ മംഗളം? നിനക്ക് വല്ല കാര്യമുണ്ടോ? ആ വീട്ടിൽ കിടന്നൂടെ? ഇവിടെ ലോക്ക് പുറകെ വല്ല കാര്യമൊക്കെ ഉണ്ടോടാ? സമാധാനം കിട്ടത്തില്ലല്ലോ ആ വീട്ടിൽ കിടന്നാൽ. നിനക്ക് എന്ത് സമാധാനിക്കാൻ തന്ത്രേ? എന്താ വേണം? ഇങ്ങോട്ട് നോക്ക്. എന്താ എന്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്ന കണ്ട? എനിക്ക് ചൂടുവെള്ളം വല്ലതേ? പൊന്നുതള്ള, ഈ ഒരു ചൂടുവെള്ളം കാരണമാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്ന മൊത്തവും. മനസ്സിലായോ? ആരമ്മ ഇത്രയും ചൂടുവെള്ളം വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അമ്മ തണുപ്പിച്ചിട്ടിരിക്കുന്നു. അടുത്തൊക്കെ ചാടാനേ ഉണ്ടായത്. അതിൽ ചാടിയല്ലേ അമ്മ കറുത്ത് കരിഞ്ഞു പോകൂലേടാ? എന്ത് പോകും? കറുത്ത് കരിഞ്ഞു പോകൂലേന്ന്. മദാമേ, എന്റെ സിംഗപ്പൂർ മദാമേ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സിംഗപ്പൂർ മദാമേ ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇത് കണ്ടോ, നിങ്ങളിത് കണ്ടോ? 300 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്ന സാധനം ഹീറ്റർ. സ്വന്തമായി പ്ലഗ് കുത്തുക, വെള്ളം ചൂടാക്കുക. സ്വന്തമായി ഒത്തുക, വെള്ളം ചൂടാക്കുക. ഇനി നിങ്ങളുടെ ആശയം വേണ്ട, പറഞ്ഞാൽ പറ്റില്ല. പോ അവിടുന്ന് കൊണ്ട്. നിങ്ങൾ ഒരേ ഒരു ഉപകാരം ചെയ്താൽ മതി. ഇന്നടച്ച കളവെടുത്തൊന്ന് പറഞ്ഞാൽ മതി. ഈ ഹോട്ടലിലെ മോനാളി ഞാൻ ഇതെന്റെ ഭാര്യയാണ്, ഞാൻ നിങ്ങളുടെ മോനാണെന്ന് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് മതി. ഇതെന്റെ മോൻ, അതിന്റെ പരിപോലാണ് കേട്ടോ. കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അറിയാതൊരു അബദ്ധം പറ്റി. എന്റെ ആ ദേഷ്യത്തിൽ ഞാൻ ഏതാണ്ടൊക്കെ ഒന്ന് പറഞ്ഞു. അഞ്ഞിക്കാലം സകലം അടിച്ച് പൊട്ടിച്ചിട്ടാ പോയത്. അബദ്ധം പറ്റിയെന്ന്. സോറി. ഓ ശരി ശരി. ഓ അമ്മേ ഒരു കാര്യം പറയട്ടെ. ഈ ചെറുക്കിന് ഞാൻ ഒരുപാട് കാലം നേരത്തെ ഇട്ടാണ് നോക്കിയത്. അതുകൊണ്ട് ഇത് രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 40 ദിവസം വ്രതം എടുത്തിട്ട് ഇവിടെ നേരെ ശബരിമല വിടാന്ന് ഞാൻ നേരത്തെ ഇരിക്കാൻ. നല്ല കാര്യം. അത്രയും കാര്യം മാല ഇങ്ങോട്ട്. അമ്മ ഇതെന്താ അമ്മ ഇത്? ഇന്നോട്ട് നിനക്ക് 40 ദിവസം വ്രതമാടാ. വ്രതം അത് കഴിഞ്ഞാലോ? നേരെ പളനിയിലോട്ട്. ഈ ഖബർ സുഖം